ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഇന്നൊരു മൂഡുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. ഇവിടെ സാധാരണ എന്നും കടുങ്കാപ്പിയാണ് നമ്മൾ കുടിക്കുന്നത്. ചായ കുടിക്കില്ല, ബ്ലാക്ക് ടീ മാത്രം. പക്ഷേ ഞാൻ ചായയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം കടുങ്കാപ്പിയാണ്, അഥവാ ബ്ലാക്ക് ടീ എന്ന് പറയും. അപ്പോൾ തിളച്ച് വരുന്ന സമയം ഇങ്ങനെ വായി നോക്കിയേക്കാം, അല്ലെങ്കിൽ കുറച്ച് നൃത്തച്ചുവടുകൾ ആവാം. ഇനി കുറച്ചേരം നമുക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ടി വി ഒക്കെ കണ്ടിട്ട് നമുക്ക് വെളിക്കിരിക്കാം. സോറി ഗൈസ്, വെളിയിലോട്ട് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ജിമ്മിയെ കുറച്ചേരം കളിപ്പിക്കാം. ഞാനാണ് ഇവനെ സ്ഥിരം അയച്ചു വിടുന്നതും ഇറക്കി വിടുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ. കാരണം എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കൂടെ കൊണ്ട് നടക്കുന്നതിലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറാ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? നമ്മുടെ വീട്ടിലൊരു വലിയ പേരക്ക ഉണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും എനിക്ക് പേരക്ക കിട്ടാൻ സാധ്യത കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം പോയ കുരങ്ങിന് വരെ അവിടെ നിന്ന് പേരക്ക കിട്ടി, പക്ഷെ എനിക്ക് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഇന്നെങ്കിലും ആ പേരക്ക പറിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പേരക്ക കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. ഇതവിടെ മുറ്റത്തിക്കണ മാവാണേ. 2 കുഞ്ഞു മാങ്ങകളും കായ്ച്ചിട്ടോ. അത് നമ്മളിങ്ങനെ കെട്ടി വെക്കണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഈ കാണുന്ന വിറകെല്ലാം നമുക്ക് അകത്തോട്ട് അൺലോഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനും അവനും അമ്മയും കൂടെ കൂട്ടിയിട്ട് ഇത് മൊത്തം നമ്മൾ അകത്തോട്ട് അൺലോഡ് ചെയ്തേ. അപ്പോൾ എൻ്റെ പരിപാടി ഇവിടുന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ അടുക്കി വെക്കുമായിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ സിംബക്കുട്ടനെ പുറത്തിറക്കാം. എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റിന് താഴെ ഫുൾ ഇതായിരുന്നു, പൂച്ച എന്തിനാണ് കൂട്ടിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. ഫുൾ ടൈം ഇത് കൂട്ടിനകത്തൊന്നും അല്ല കേട്ടോ. കാരണം ഇത് പുറത്തുനിന്നുള്ള പൂച്ചകളൊക്കെ വന്ന് കടിക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മൾ എന്നെ കൂട്ടിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ കൂട്ടിനകത്ത് ഇട്ടങ്ങ് വളർത്തൊന്നും അല്ല കേട്ടോ. അതിനുശേഷം ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി, കാരണം വിളക്ക് കത്തിക്കാനുള്ള സമയം. അപ്പൊ ഇനി നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം നമുക്ക് കിണ്ടിക്കകത്ത് വെള്ളം കൊണ്ട് കളയാം. ആ ഫോൺ വിളി ഇങ്ങനെ തുടരും. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് വിളക്കൊക്കെ ഒന്ന് തുടച്ച് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിളക്ക് കത്തിക്കാം കേട്ടോ. സമയം 6:30 ആവാൻ തുടങ്ങുന്നു. ഈ 6:30 ആകുമ്പോഴത്തേന് ഒരു പള്ളിമണി കേൾക്കാം കൈസ്. എന്നും സ്ഥിരമുള്ള ഞാൻ വിളക്കൊണ്ട് വെളി വെക്കുമ്പോഴത്തേന് ഒരു പള്ളിമണി പള്ളിമണി മുഴങ്ങും. ഞാൻ വിളക്ക് കത്തിച്ചൊരു കുളിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ക്ലീനിങ് ആണ് കേട്ടോ. ഇത് ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. ഇനി ഇതുപോലുള്ള ക്ലീനിങ് ഒക്കെ വേണമെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് ക്ലീൻ ചെയ്ത്. മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. അപ്പൊ ഇനി കുറച്ച് സ്നേഹപ്രകടന കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ അത്ര ഉള്ളപ്പോട്ടെ, ബൈ. ചെല്ലക്കാറ്റേ ചൊല്ലു ചൊല്ലു